നമസ്കാരം സുഹൃത്തുക്കളെ, ജീനി ട്വിസ്റ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുമല വെങ്കിടേശ്വര ക്ഷേത്രത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരാം. ക്ഷേത്രത്തിൻ്റെ ചരിത്രം എപ്രകാരമാണ്? ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചരിത്രരേഖ പല്ലവ രാജ്ഞിയുടെ കാലത്ത് AD 966 ഇറക്കിയതാണ്. അവർ ഒരുപാട് ആഭരണങ്ങളും 10 ഏക്കർ 13 ഏക്കർ വിസ്തീർണം വരുന്ന 2 സ്ഥലങ്ങളും ദാനം ചെയ്യുകയും അവയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾക്കായി ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. പല്ലവ സാമ്രാജ്യത്തിന് ശേഷം രണ്ടാം ചോള സാമ്രാജ്യവും പിന്നീട് വിജയനഗര സാമ്രാജ്യവും വെങ്കടേശ്വരനെ പ്രാധാന്യത്തോടെ കണ്ടവരായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലത്താണ് ക്ഷേത്രത്തിന് ഇന്നുള്ള വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗവും ലഭിച്ചത്. AD 1517 വിജയനഗര ചക്രവർത്തിയായിരുന്ന കൃഷ്ണദേവരായർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയപ്പോൾ അദ്ദേഹം സ്വർണവും രത്നങ്ങളും സമ്മാനിക്കുകയും അതുവഴി ശ്രീകോവിൽ പുനരുദ്ധരിക്കുകയും ചെയ്തു. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം മൈസൂർ രാജവംശവും ഗഡ്വാൾ സംസ്ഥാനവും വെങ്കടേശ്വരനെ പൂജിക്കുകയും ക്ഷേത്രത്തിന് നിരവധി സംഭാവനകൾ നൽകുകയും ചെയ്തു. മറാഠ ജനറലായിരുന്ന രഘോജി ഭോസ്ലെ ക്ഷേത്രം സന്ദർശിക്കുകയും ക്ഷേത്രത്തിന് വ്യക്തമായ ഒരു നടപ്പുരീതി ഉണ്ടാക്കുകയും ചെയ്തു. ആധുനിക ചരിത്രം ഇപ്രകാരമാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം ഗുൽക്കണ്ട സുൽത്താൻമാരുടെ കീഴിലായി. പിന്നീട് ഫ്രഞ്ചുകാരും അതിനുശേഷം കർണാട്ടിക് നവാബും ക്ഷേത്രഭരണം കൈയടക്കി. 19-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്ഷേത്രഭരണം ഏറ്റെടുത്തു. 1843 ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിരുപ്പതിയിലെ ഹാദിറാംജി മഠത്തിന് ക്ഷേത്രം സമ്മാനിച്ചു. 1933 തിരുമല തിരുപ്പതി ദേവസ്ഥാനം രൂപം കൊള്ളും വരെ ഹാദിറാംജി മഠാധിപതിയായിരുന്നു ക്ഷേത്രാധികാരി. 1951 ക്ഷേത്രം ആന്ധ്ര സർക്കാരിൻ്റെ കീഴിൽ നേരിട്ട് കൊണ്ടുവന്നെങ്കിലും പിന്നീട് വീണ്ടും TTD ഏറ്റെടുക്കുകയായിരുന്നു. ചരിത്രപ്രധാനമായ നിരവധി ശിലാലിഖിതങ്ങൾ തിരുമല ക്ഷേത്രത്തിലുണ്ട്. പ്രധാന ക്ഷേത്രത്തിലെയും അടിവാരത്തിലെയും തിരുച്ചാനൂരിലെയും ശിലാലിഖിതങ്ങളുടെ എണ്ണം മാത്രം 10,000-നടുത്ത് വരും. പല ശിലാലിഖിതങ്ങളും വീണ്ടെടുക്കാനാവാത്ത വിധം നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട്. ബാക്കിയുള്ളവ TTD പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലാണ് ശിലാലിഖിതങ്ങളെല്ലാം എഴുതിയിട്ടുള്ളത്. ശിലാലിഖിതങ്ങളെ കൂടാതെ പ്രസിദ്ധമാണ് 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭക്തകവിയായിരുന്ന താളപ്പാക്ക അന്നമാചാര്യ എഴുതിയ കൃതികളും. 30,000-ഓളം കൃതികൾ രചിച്ച അദ്ദേഹത്തിൻ്റെ കൃതികൾ പിൽക്കാലത്ത് ചെമ്പുഫലകങ്ങളിൽ ആലേഖനം ചെയ്യുകയായിരുന്നു. തെലുങ്ക് ഭാഷാ പണ്ഡിതന്മാരുടെയും സംഗീതജ്ഞരുടെയും പഠനങ്ങൾക്ക് ഇവ ഉപകാരമായിട്ടുണ്ട്. തെക്കേ ഇന്ത്യ ഭരിച്ച എല്ലാ രാജാക്കന്മാരുടെയും പ്രശംസയ്ക്ക് വിധേയമായിട്ടുള്ള ക്ഷേത്രമാണ് ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം. നമുക്ക് ഇനി ക്ഷേത്രത്തിലേക്കുള്ള യാത്രാമാർഗം എപ്രകാരമാണെന്ന് നോക്കാം. തിരുപ്പതി നഗരത്തിൻ്റെ ഉയർന്ന ഭാഗമായ തിരുമലയിൽ വെങ്കിടാദ്രിയുടെ നെറുകിലാണ് വെങ്കടേശ്വര ക്ഷേത്രം കുടികൊള്ളുന്നത്. അടിവാരത്തു നിന്ന് 21 കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രം വരെ. പോകുന്ന വഴിയിൽ 7 മലകൾ കടന്നു പോകണം. ശേഷാദ്രി, നീലാദ്രി, ഗരുഡാദ്രി, അഞ്ജനാദ്രി, ഋഷഭാദ്രി, നാരായണാദ്രി, വെങ്കിടാദ്രി എന്നിവയാണ് 7 മലകൾ. ഇതു കാരണം തെലുങ്കിൽ ഏതുകൊണ്ടലവട എന്നും തമിഴിൽ ഏഴുമലയൻ എന്നും ഭഗവാൻ അറിയപ്പെടുന്നു. അടിവാരത്തുള്ള അലിപിരി എന്ന സ്ഥലത്ത് നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു നടപ്പാതയും ഇരുഭാഗത്തേക്കും ഗതാഗതമുള്ള 2 റോഡുകളും കാണാം. ഈ ഭാഗത്ത് വലിയൊരു കവാടവും അതിനടുത്ത് ഭഗവാന്റെ വാഹനമായ ഗരുഡൻ്റെ ഒരു പ്രതിമയുമുണ്ട്. ശ്രീ വെങ്കടേശ്വര ദേശീയോദ്യാനത്തിൻ്റെ ഭാഗമായി പോകുന്ന വഴിയിൽ ധാരാളം ചെറിയ ക്ഷേത്രങ്ങളും തീർത്ഥസ്ഥാനങ്ങളും കാണാം. പ്രകൃതിയൊരുക്കുന്ന ദൃശ്യവിരുന്നാണ് ബാക്കിയെല്ലാം. മനോഹരമായ നിരവധി വെള്ളച്ചാട്ടങ്ങളും ഇടയ്ക്കിടെ കടന്നുപോകുന്ന കൊച്ചരുവികളും കണ്ണിന് കുളിർമയേകുന്നു. നടന്ന് മല കയറുന്ന സ്ഥലത്ത് നിന്ന് ഒരൽപ്പം മാറി ഒരു പാറയിൽ ഹനുമാൻ സ്വാമിയുടെ മുഖം പ്രകൃതിദത്തമായി ഉണ്ടായിട്ടുള്ളത് ശ്രദ്ധേയമാണ്. ഗണപതി ഭഗവാൻ, ശ്രീകൃഷ്ണൻ, നരസിംഹമൂർത്തി തുടങ്ങിയ മൂർത്തികളുടെ ക്ഷേത്രങ്ങളും ഇവിടെ കാണാം. ഗോവിന്ദ ഗോവിന്ദ വിളികളോടെ ഭക്തർ മല കയറുന്നത് കാണേണ്ട കാഴ്ചയാണ്.
മലമ്പാത തുടങ്ങുന്ന സ്ഥലത്ത് ഒരു കവാടം കാണാം. കവാടത്തിന് മുകളിലായി ശ്രീദേവി ഭൂദേവി സമേതനായ വെങ്കിടേശ്വരനെയും ഭഗവാനെ തൊഴുതു നിൽക്കുന്ന ഗരുഡനെയും ഹനുമാൻ സ്വാമിയെയും കാണാം. മല കയറുന്നവർ ചെരുപ്പിടാൻ പാടില്ല എന്നാണ് വിശ്വാസം. അതിനാൽ ചെരുപ്പുകളും ബാഗുകളും സൂക്ഷിക്കാൻ പ്രത്യേക കൗണ്ടർ ഇവിടെ പണിതിട്ടുണ്ട്. നടന്ന് മല കയറുന്ന വഴി തുടങ്ങുന്ന സ്ഥലത്തിനടുത്തായി ശ്രീവാരി പാതാല മണ്ഡപം എന്ന പേരിൽ ചെറിയൊരു ക്ഷേത്രം കാണാം. ഇവിടുത്തെ മൂർത്തിയും വെങ്കിടേശ്വര സ്വാമി തന്നെയാണ്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് വെങ്കിടേശ്വര സ്വാമി എല്ലാ ദിവസവും രാത്രി പടിയിറങ്ങി വന്ന് തിരുച്ചാനൂരിലുള്ള പത്മാവതീ ദേവിയുടെ അടുത്തേക്ക് പോകുന്ന വഴിയിൽ ഭഗവാൻ വിശ്രമിക്കുന്ന സ്ഥലമാണത്രേ പാതാല മണ്ഡപം. ഇവിടെ പാദരക്ഷകൾ ഉപേക്ഷിച്ചാണ് തുടർന്നുള്ള യാത്ര. ഇതിനടുത്ത് മറ്റൊരു ചെറിയ ക്ഷേത്രമുണ്ട്. ലക്ഷ്മി സമേതനായ മഹാവിഷ്ണു ഭഗവാൻ കുടികൊള്ളുന്ന ഈ ദൈവാലയം തന്മൂലം ലക്ഷ്മി നാരായണ ക്ഷേത്രം എന്നറിയപ്പെടുന്നു. ഇവിടുത്തെ ശ്രീകോവിൽ ആനന്ദ നിലയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തികൾ വെങ്കടേശ്വര സ്വാമി, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, വിശ്വക്സേനൻ, സുദർശനമൂർത്തി, ഹനുമാൻ സ്വാമി എന്നിവരാണ്. ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ ആർജിത ബ്രഹ്മോത്സവം, വൈകുണ്ഠ ഏകാദശി, രഥസപ്തമി, രാമനവമി, ശ്രീകൃഷ്ണ ജന്മാഷ്ടമി എന്നിവയാണ്. ഉപക്ഷേത്രങ്ങൾ ഇവയൊക്കെയാണ്: വരദരാജസ്വാമി ക്ഷേത്രം, യോഗ നരസിംഹസ്വാമി ക്ഷേത്രം, ഗരുഡക്ഷേത്രം, ഭൂവരാഹസ്വാമി ക്ഷേത്രം, ബേഡി ആഞ്ജനേയ ക്ഷേത്രം, വകുളാദേവി ക്ഷേത്രം, കുബേര സന്നിധി, രാമാനുജാചാര്യ സന്നിധി. സമീപ ക്ഷേത്രങ്ങൾ തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്രം, തിരുപ്പതി ഗോവിന്ദരാജസ്വാമി ക്ഷേത്രം, കപിലതീർത്ഥം കപിലേശ്വര ക്ഷേത്രം, കോദണ്ഡ രാമസ്വാമി ക്ഷേത്രം, താതയ്യാകുണ്ട ഗംഗമ്മ ക്ഷേത്രം ഇവയാണ്. തിരുമല തിരുപ്പതി ബാലാജി ക്ഷേത്ര സമുച്ചയം വിശാലവും നിരവധി ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്നതുമാണ്. നിരവധി മണ്ഡപങ്ങളും പ്രാകാരങ്ങളും ഉൾപ്പെടെ വിവിധ ഘടനകൾ ഇതിൽ ഉൾപ്പെടുന്നു. ദ്രാവിഡ വിജയനഗര ശൈലികളുടെ സമന്വയമാണ് വാസ്തുവിദ്യ. സങ്കീർണമായ കൊത്തുപണികളും ശില്പങ്ങളും എല്ലാം ഇവിടെയുണ്ട്. ക്ഷേത്ര സമുച്ചയത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് വെങ്കടേശ്വര ഭഗവാന്റെ പ്രധാന ആരാധനാലയം. ദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗർഭഗൃഹം എന്നാണ് ഇതറിയപ്പെടുന്നത്. കറുത്ത കല്ലിൽ തീർത്ത വെങ്കടേശ്വര വിഗ്രഹം വിപുലമായ ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഭക്തർ തങ്ങളുടെ പ്രാർത്ഥനകൾ ഇവിടെ അർപ്പിച്ച് അനുഗ്രഹം തേടുന്നു. ക്ഷേത്രത്തിൽ ഭക്തർക്കായി പ്രത്യേക ദർശന സമയങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സാധാരണയായി ക്ഷേത്രം അതിരാവിലെ തുറക്കുകയും രാത്രി വൈകി അടയ്ക്കുകയും ചെയ്യും. വിവിധ വിഭാഗങ്ങൾക്കായുള്ള പ്രത്യേക ദർശനങ്ങൾ ഉൾപ്പെടെ വിവിധ സമയ സ്ലോട്ടുകളിൽ ഭക്തർക്ക് ദർശനം നടത്താം. ക്ഷേത്രത്തിൽ വലിയ ആഘോഷങ്ങൾ നടക്കാറുണ്ട്. 9 ദിവസം കൊണ്ടാടുന്ന ബ്രഹ്മോത്സവം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ്. വിവിധ വാഹനങ്ങളിൽ, അതായത് രഥങ്ങളിൽ ഘോഷയാത്രയായി ദേവനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ മംഗളകരമായ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി ഭക്തരാണ് എത്താറുള്ളത്. ഇവിടെ ക്ഷേത്രം രാവിലെ 3 മണിക്ക് തുറക്കുകയും പൊതുദർശനം അടുത്ത ദിവസം 1 മണിക്ക് ശേഷം നിർത്തുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം നൽകുന്ന അലിപ്പിരി ടോൾ ഗേറ്റ് രാത്രി 11:30 വരെ പ്രവർത്തിക്കുന്നു. ദൈനംദിന പൂജകൾ ഇപ്രകാരമാണ്: രാവിലെ 3 മണിക്ക് സ്വർഗീയ നിദ്രയിൽ നിന്ന് ഭഗവാനെ ഉണർത്തുന്ന വിശുദ്ധ സുപ്രഭാത സേവയിലൂടെയാണ് ദിവസം ആരംഭിക്കുന്നത്. അടുത്തത് തോമല സേവയാണ്. ഈ സേവയിൽ ദേവനെ മാലകളും പൂക്കളും കൊണ്ട് അലങ്കരിക്കുന്നു. 8 മണിയോടെ ആരംഭിക്കുന്ന വിശേഷാൽ പൂജ ആഴ്ചയിലൊരിക്കൽ തിങ്കളാഴ്ചകളിൽ നടത്തപ്പെടുന്നു. തിരുമല ക്ഷേത്രത്തിൽ നിരവധി പൂജകളും അനുഷ്ഠാനങ്ങളും നടക്കുന്നുണ്ട്. സുപ്രഭാതം, തോമാല സേവ, സഹസ്ര ദീപാലങ്കാര സേവ എന്നിവ ദൈനംദിന പൂജകളിൽ ചിലതാണ്. വിശേഷ പൂജ, അഷ്ടദള പാദ പത്മാരാധന, സഹസ്രകലശാഭിഷേകം തുടങ്ങിയ സപ്താഹ ചടങ്ങുകളും ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിൽ ബ്രഹ്മോത്സവം പോലുള്ള വാർഷിക ഉത്സവങ്ങളും നടത്താറുണ്ട്. ക്ഷേത്രം പുലർച്ചെ 3-ന് ദർശനത്തിനായി തുറന്ന് അടുത്ത ദിവസം 1:30-ക്ക് അടയ്ക്കും. എന്നിരുന്നാലും പുലർച്ചെ 1 മണിക്ക് ശേഷം പൊതുദർശനം നിർത്തുന്നു. കൗണ്ടർ സമയം രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ്. തിരുമല ക്ഷേത്രം സന്ദർശിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്.
ആഗോളതലത്തിൽ ഏറ്റവും തിരക്കേറിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് തിരുമല ക്ഷേത്രം. വാരാന്ത്യങ്ങളിലും ഉത്സവങ്ങളിലും ദർശനം നടത്തുകയായിരിക്കും ഏറ്റവും അനുയോജ്യം. ക്ഷേത്രം പുലർച്ചെ 3 മണി മുതൽ 1 മണി വരെ ദർശനത്തിനായി തുറന്നിരിക്കും. എന്നിരുന്നാലും തിരക്ക് കുറവുള്ള അതിരാവിലെയോ വൈകുന്നേരമോ ആയിരിക്കും സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. TTDയുടെ ഓൺലൈൻ വെബ്സൈറ്റ് വഴി ദർശന ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിക്കും. മുതിർന്ന പൗരന്മാർക്കും ശാരീരിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾക്കും പ്രത്യേക വ്യവസ്ഥകൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദിവസത്തിലെ പ്രത്യേക സമയങ്ങളിൽ അവർക്ക് ദർശനം അനുവദിച്ചിട്ടുണ്ട്. തിരുപ്പതിയിൽ എത്തിച്ചേരേണ്ട വിധം ഇപ്രകാരമാണ്. കേരളത്തിൽ നിന്നും പാലക്കാട്, ഈറോഡ്, സേലം വഴി ട്രെയിൻ മാർഗമോ റോഡ് വഴിയോ ഇവിടെ എത്തിച്ചേരാം. കേരളത്തിൽ കൊല്ലത്ത് നിന്നും പുറപ്പെടുന്ന കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് പ്രധാനമായും തിരുപ്പതി, തിരുമല, കാളഹസ്തി, ശബരിമല തീർത്ഥാടകരെ ഉദ്ദേശിച്ചുള്ളതാണ്. ഇത് കൊല്ലത്ത് നിന്ന് ആരംഭിച്ച് ചെങ്ങന്നൂർ, കോട്ടയം, എറണാകുളം, നോർത്ത് തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, സേലം വഴി ക്ഷേത്രത്തിന് ഏറ്റവും അടുത്ത തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. റെനിഗുണ്ടയാണ് അടുത്തുള്ള മറ്റൊരു റെയിൽവേ സ്റ്റേഷൻ. 9 കിലോമീറ്റർ ദൂരം. കേരളത്തിൽ നിന്നുള്ള ധാരാളം ട്രെയിനുകൾ ഇവിടെയും നിർത്താറുണ്ട്. കാട്ട്പാടി മറ്റൊരു സ്റ്റേഷനാണ്. 101 കിലോമീറ്റർ ദൂരം. ഇവിടെ നിന്നെല്ലാം തിരുപ്പതിയിലേക്ക് ധാരാളം ട്രെയിൻ, ബസ് സർവീസുകൾ ലഭ്യമാണ്. ചെന്നൈയിൽ നിന്നും ഏകദേശം 2.5 മണിക്കൂർ ട്രെയിൻ അല്ലെങ്കിൽ റോഡ് മാർഗം തിരുപ്പതിയിലെത്താം. സംസ്ഥാന തലസ്ഥാനമായ അമരാവതിയിൽ നിന്ന് 430 കിലോമീറ്ററും ബാംഗ്ലൂരുവിൽ നിന്ന് 291 കിലോമീറ്ററും ഹൈദരാബാദിൽ നിന്ന് 572 കിലോമീറ്ററും ദൂരം ഇവിടേക്കുണ്ട്. തിരുമല തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം തിരുപ്പതി എയർപോർട്ടാണ്. ഇത് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. വിമാനത്തിൽ നിന്ന് ഭക്തർക്ക് ടാക്സികളിലോ ബസ്സുകളിലോ ക്ഷേത്രത്തിലെത്താം. തിരുമല തിരുപ്പതി ബാലാജി ക്ഷേത്രം വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും ആത്മീയതയുടെയും ഒരു തെളിവായി ഇപ്പോഴും നിലകൊള്ളുന്നു. അതിൻ്റെ സമ്പന്നമായ ചരിത്രവും വാസ്തുവിദ്യാ വൈഭവവും മതപരമായ പ്രാധാന്യവും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഭക്തർക്ക് തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാക്കി ഈ ക്ഷേത്രത്തെ മാറ്റുന്നു. ഈ ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനം ഭക്തർക്ക് ദൈവവുമായി ആഴത്തിലുള്ള ബന്ധം അനുഭവിക്കാനും സംതൃപ്തമായ ജീവിതത്തിനായി അനുഗ്രഹം തേടാനും അവസരമൊരുക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ തിരുപ്പതി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് ഭാഗ്യമുണ്ടാവുകയാണെങ്കിൽ തിരുപ്പതി തിരുമല വെങ്കടേശ്വര ക്ഷേത്രം സന്ദർശിക്കുന്നതിനും തിരുപ്പതി വെങ്കടേശ്വര സ്വാമിയുടെയും മറ്റ് ദേവിമാരുടെയും ദേവന്മാരുടെയും എല്ലാം അനുഗ്രഹം പ്രാപ്തമാക്കുന്നതിനുമുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.